ആത്മാവിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ട ചിലതൊക്കെ ഉണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചം ആരുണ്ടാക്കി? ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളാണോ ഈശ്വരൻ? ഈ പ്രപഞ്ചം എന്തിനു വേണ്ടി ഉണ്ടാക്കി? അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളാണോ ഈശ്വരൻ എന്ന ചോദ്യമുണ്ട്. അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ ജന്മമെടുത്തത്, നാളെ ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഇതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി, അഹം ഞാൻ ബ്രഹ്മം ആകുന്നു അല്ലേ? ഈ അഹം ഞാൻ ഈ ശരീരമാണോ? ആണോ? അല്ല. ശബരിമലയിൽ പോയിട്ടുള്ളവരാരൊക്കെയുണ്ട്? ശരി, സന്തോഷം. ഈ ശബരിമലയിൽ നമ്മൾ വ്രതമൊക്കെ എടുത്ത് അല്ലേ 18 പടി കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടില്ലേ? തത്വമസി. കേൾക്കാത്തവരുണ്ടോ ഇവിടെ? ഉണ്ടോ? തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു. തത്വം അസി, അത് നീ ആകുന്നു അല്ലേ? ഏത്? ആരെയാണോ തേടി വന്നത് അത് നീ തന്നെയാവും. യെസ്. ഈ ആരെയാണ് തേടി ചെന്നത്? ആരെയാണ് തേടി ചെന്നത്? ഈ ഞാനെ തേടി ചെല്ലേണ്ട ആവശ്യമുണ്ടോ? അത് തൻ്റെ ഉള്ളിലല്ലേ? യെസ്, എക്സാക്ട്ലി, കറക്റ്റ്. ഇവിടെ ശബരിമലയിലെ ആ തത്വമസി തത്വം പറയുമ്പോൾ അത് വ്യക്തമാവും. അത് ശരിയാണ്. നമ്മൾ ഒരു മണ്ഡലത്തിൽ കുറയാതെ വ്രതമെടുക്കുന്നു അല്ലേ? ഇപ്പോൾ ഉണ്ടോ അത്? ഇല്ല. ഈ അടുത്ത കാലത്ത് ഒരു സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശബരിമലയിൽ ഇത്രയും വലിയ തിരക്ക്, വേണ്ടവണ്ണം ഭക്തരെ ശ്രദ്ധിക്കാൻ നമ്മുടെ സർക്കാർ മിഷനറിക്ക് കഴിയുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? സർക്കാരിൻ്റെ ഭാഗത്ത് ഉദാസീനതയുണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം അവരെ കുറ്റക്കാരാക്കാൻ പറ്റില്ല. ശബരിമലയിൽ ഇത്രയും ആൾക്കാർ ചെല്ലുന്നതിൽ എത്ര ശതമാനം പേര് ഈ അത് നീയാകുന്നു എന്ന ഉത്തരം തേടി ചെല്ലുന്നു? അതെ, അത് തൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി, സാധ്യത്തിന് വേണ്ടി, കാമ്യത്തിന് വേണ്ടി അല്ലേ? കാമ്യത്തിന് വേണ്ടി, തനിക്കുള്ള വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി. ശബരിമല അതിനു വേണ്ടിയുള്ളതല്ല. ശബരിമലയിലെ തത്വമസി എന്ന മഹാവാക്യം എഴുതി വച്ചേക്കുന്നതിൻ്റെ പൊരുൾ നാം ഒരു മണ്ഡലത്തിൽ, ഞാൻ അവിടെ പറഞ്ഞത് ഒരു സമ്മേളനത്തിൽ ഇപ്പം പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, 41 ദിവസത്തെ വ്രതം നോക്കാതെ ആരെയും പ്രവേശിപ്പിക്കേണ്ട. അവിടെ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം ശബരിമല ദർശനം ചെയ്യണമെങ്കിൽ 41 ഒരു മണ്ഡലകാല വ്രതം എടുക്കണം. അത് നിയമമാണ്. പിന്നെ ആ നിയമം പാലിക്കാത്തവൻ എന്തിനാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ തന്നെ ജനസംഖ്യ അർഹതയുള്ളവർക്ക് മാത്രമാവും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ കിട്ടും. യഥാർത്ഥത്തിൽ ഇത് വ്രതമല്ല. ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ അറിയാമോ വ്യത്യാസം? 41ൻ്റെ സംഖ്യയുടെ പ്രത്യേകത അറിയാമോ? ഒരു സൂര്യവർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ് സൂര്യവർഷം. ഒരു ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രമാസം 28 ദിവസമാണ്. 10 ചാന്ദ്രമാസമാണ് ഒരു ഗർഭം അല്ലേ? 280 ദിവസമാണ് ഒരു ഗർഭകാലം. 28 ദിവസം ഒരു ചാന്ദ്രമാസം. 12 ചാന്ദ്രമാസങ്ങൾ ചേർന്നാൽ ഒരു ചന്ദ്രവർഷമായി. 324 ദിവസങ്ങളാണ് ഒരു ചന്ദ്രവർഷം. അപ്പോൾ 365 സൂര്യവർഷത്തിൽ നിന്നും ഒരു ചന്ദ്രവർഷം കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസമാണ് ഒരു മണ്ഡലകാലം. 365 മൈനസ്
324. ആ മണ്ഡലകാലം അതാണ്. ഈ ഒരു മണ്ഡലകാലത്തിൽ കുറയാതെ വ്രതമല്ല, തപസ്സാണ് ചെയ്യേണ്ടത്. ആ തപസ് അനുഷ്ഠിച്ചവൻ നമ്മൾ ഇരുമുടി കെട്ട് നിറച്ച് വ്യക്തിപരമായ ആവശ്യത്തിനും ഭഗവാന് നിവേദിക്കുവാനുള്ള വസ്തുക്കളെല്ലാം സംഭരിച്ച് മലചവിട്ടി അവിടെ ചെന്ന ആദ്യത്തെ 18 പടി മുതലാണല്ലോ പ്രാധാന്യം. ആ 18 പടി എന്നാൽ പടിപൂജ അവിടെ പ്രധാനമാണ്. അതൊരൊറ്റ ശിലയാണത്, ഒറ്റ കല്ലാണത്. 18 പടിയിലും 18 മലദൈവങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ മലദൈവങ്ങൾക്കാണ് പടിപൂജ ചെയ്യുന്നത്. മനുഷ്യന് 3 ശരീരമുണ്ട്, എല്ലാ മനുഷ്യർക്കും. ഈ കാണുന്ന സ്ഥൂല ശരീരം, ഒരു സൂക്ഷ്മ ശരീരം, ഒരു കാരണ ശരീരമുണ്ട്. സ്ഥൂല ശരീരത്തിലാണ് നമുക്ക് ഈ അവയവങ്ങളോട് കൂടിയത്. കയ്യും കാലും മൂക്കും കണ്ണും ചെവിയും ശരീരവും ഒക്കെ സ്ഥൂലം കാണാൻ കഴിയുന്നത് സ്ഥൂല ശരീരമാണ്. ഇതിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട് നമുക്ക്. അത് വേദാന്തത്തിൽ സൂക്ഷ്മ ശരീരം 17 തത്വങ്ങളാണ്. ആയുർവേദത്തിലും സൂക്ഷ്മ ശരീരമുണ്ട്, 17 തത്വങ്ങളാണ്. എന്നാൽ മറ്റ് ചിലയിടത്ത് തന്ത്രത്തിൽ 18 തത്വങ്ങൾ സൂക്ഷ്മ ശരീരത്തിന് പറയുന്നുണ്ട്, ചിലയിടത്തത് 19 പറയുന്നുണ്ട്. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ 5, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. പഞ്ചപ്രാണനികൾ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. 15ൻ്റെ കൂടെ അന്ധക്കരണവും കൂടി ചേരണം. അന്ധക്കരണം ചിലയിടത്ത് മനസ്സ് ബുദ്ധി മാത്രം പറയും, ചിലയിടത്ത് മനസ്സ് ബുദ്ധി അഹങ്കാരം പറയും, ചിലയിടത്ത് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തവും കൂടി ചേർത്ത് പറയും. പക്ഷെ ഇവിടെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ 18 തത്വങ്ങൾ അടങ്ങിയ തൻ്റെ സൂക്ഷ്മ ശരീരവും ഈ 2 ശരീരങ്ങൾക്ക് കാരണമായ ആത്മശരീരമായ കാരണശരീരം, ഈ 3 ശരീരങ്ങളുള്ള നാം ഈ തപസ്സെടുത്ത് മല ചവിട്ടി 18ാം പടിയുടെ അവിടെ ചെന്ന് സർവവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി നാം അവിടെ തേങ്ങയടിച്ച് 18 പടികളിലായി 18 തത്വങ്ങളടങ്ങിയ സൂക്ഷ്മ ശരീരത്തെ സമർപ്പിച്ചു. ഈ സൂക്ഷ്മ ശരീരത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ശരീരമുണ്ട് അല്ലേ? സ്ഥൂലവുമുണ്ട്, കാരണശരീരവുമുണ്ട്. കൊണ്ടുപോയി ഭഗവാനെ തൊഴുത് നെയ്യ് പൊട്ടിച്ച് ആ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതിലൂടെ ആത്മശരീരമായ കാരണശരീരത്തെ സമർപ്പിച്ച്, തേങ്ങ സ്ഥൂല ശരീരത്തിൻ്റെ പ്രതീകമാണ്. ഇത് ആഴിയിലും നിമഞ്ജനം ചെയ്ത് കഴിയുമ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇല്ലാതായി അവശേഷിക്കുന്നതെന്തോ അത് നീയാകുന്നു. ഓരോരുത്തരുടെയും ശരീരത്തിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇല്ലാതായാൽ അവശേഷിക്കുന്ന ചേതനൻ, ആ ബോധമാണ് അത് നീയാകുന്നു എന്നാണ് തത്വമസിയുടെ പൊരുൾ. ഇതാണ് ആത്മാ. ഈ ആത്മാവിനെ അറിഞ്ഞവൻ സർവ്വതിലും തന്നെ തന്നെയാണ് കാണുന്നത്. ഈശാവാസ്യമിതം സർവം, ഈ കാണുന്നതെല്ലാം ഈശ്വരനാണ്. സർവം ഖലു ഇതം ബ്രഹ്മ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുന്നു. ആത്മാവ് അതാണ്. ഈ ആത്മാവിനെ അറിഞ്ഞ ഏതൊരാളും ആ ആത്മാവിൻ്റെ അർത്ഥതലത്തിൽ നിന്നാണ് മറ്റുള്ളവരെ കാണുന്നത്. അതാണ് ആത്മാർത്ഥതയോടെ കാണുന്നു, സത്യനിഷ്ഠതയോടെ കാണുന്നു. അതാണ് ആത്മാർത്ഥത. ആ ആളിനോട് ചെയ്യുന്നതിൽ ആ സത്യനിഷ്ഠ ഉള്ളപ്പോൾ അതിനെ ആത്മാർത്ഥത എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു ഒന്ന് വരണേ എന്ന് പറഞ്ഞാൽ അവിടെ സത്യനിഷ്ഠയില്ലെങ്കിൽ വെറും വാക്ക് മാത്രമായി മാറും. ആത്മാവും ആത്മാർത്ഥതയും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഈ ആത്മാവിനെ പറഞ്ഞപ്പോൾ തീർന്നോ? ഇതിനെക്കുറിച്ചാണ് നാം അന്വേഷിക്കേണ്ടത്.